ഇനി നയതന്ത്രം ഒന്നും തന്നെ വേണ്ട, പാകിസ്ഥാന് സ്വന്തം ഭാഷയിൽ മറുപടി നൽകും എന്നാണ് അഫ്ഗാനിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ അഫ്ഗാനിസ്ഥാനിൽ 500-ലേറെ പേരാണ് മരിച്ചിരിക്കുന്നത്. ഇനി അഫ്ഗാനിസ്ഥാൻ രണ്ടും കൽപ്പിച്ചിറങ്ങാൻ പോവുകയാണ് എന്ന പ്രതിജ്ഞയാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അഫ്ഗാൻ തലസ്ഥാനമായുള്ള കാബൂളിലെ മയക്കുമരുന്ന് പുനരധിവാസ കേന്ദ്രത്തിൽ പാകിസ്ഥാൻ വ്യോമസേന നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ഉച്ചസ്ഥായിയിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ആക്രമണത്തിൽ 500-ലധികം രോഗികൾ കൊല്ലപ്പെടുകയും 250-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി താലിബാൻ സർക്കാർ വക്താക്കളായിട്ടുള്ള സബീഹുള്ള മുജാഹിദും സുഹൈൽ ഷഹീനും ആരോപിച്ചു. യാതൊരു തെളിവുമില്ലാതെ തീവ്രവാദികളെ ലക്ഷ്യമിട്ടതിന്റെ പേരിൽ പാകിസ്ഥാൻ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെന്നും ആശുപത്രിയുടെ വലിയൊരു ഭാഗം നശിച്ചുവെന്നും താലിബാൻ പറയുന്നു. കാബൂളിലെ പോലീസ് ഡിസ്ട്രിക്ട് 9-ൽ നടന്ന ഈ ആക്രമണത്തെ തുടർന്ന് മരണസംഖ്യ ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം അഫ്ഗാനിസ്ഥാന്റെ തിരിച്ചടി എങ്ങനെയായിരിക്കും എന്ന് ആലോചിച്ച് തലപുകയ്ക്കുകയാണ് പാകിസ്ഥാൻ. ഇപ്പോൾ പാകിസ്ഥാന്റെ മന്ത്രിമാരെയാണ് അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ താലിബാൻ ലക്ഷ്യമിടുന്നത്. ഒരു ചാവേർ ആക്രമണം പാകിസ്ഥാൻ പാർലമെന്റിൽ ഉണ്ടായേക്കാമോ എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇവിടെയെല്ലാം സുരക്ഷ ഇപ്പോൾ വളരെ വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ മന്ത്രിമാർ പലരും ഒളിവിൽ പോകണം എന്നുള്ള നിർദ്ദേശം ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട്. ഷഹബാസ് ഷെരീഫിന് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട്. ഈ സംഭവത്തിന് ശേഷം താലിബാൻ സർക്കാർ പാകിസ്ഥാന് ശക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ് നൽകിയത്. നിലവിൽ പാകിസ്ഥാനുമായി രഹസ്യ ചർച്ചകളൊന്നും നടക്കുന്നില്ലെന്നും പാകിസ്ഥാൻ സൈനിക മാർഗം തിരഞ്ഞെടുത്താൽ അഫ്ഗാനിസ്ഥാൻ സർക്കാരും സ്വന്തം ഭാഷയിൽ തന്നെ അതിന് മറുപടി നൽകാൻ തയ്യാറാണെന്നും വക്താവ് സുഹൈൽ ഷഹീൻ വ്യക്തമാക്കി. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ സ്ഥിരത ആഗ്രഹിക്കുന്നില്ലെന്നും വർഷങ്ങളായി അവിടെ താമസിക്കുന്ന ദശലക്ഷക്കണക്കിന് അഫ്ഗാൻ അഭയാർത്ഥികളെ പാകിസ്ഥാൻ ബലമായി നാടുകടത്തി അവരുടെ സ്വത്തുക്കൾ തട്ടിയെടുത്തതായും താലിബാൻ ഇപ്പോൾ ആരോപിക്കുന്നു. അഫ്ഗാൻ മണ്ണ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കില്ലെന്ന് താലിബാൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ പാകിസ്ഥാന്റെ ആക്രമണാത്മക നിലപാട് അനുവദിക്കില്ല എന്നും കൃത്യമായി താലിബാൻ പറഞ്ഞിട്ടുണ്ട്. ഈ തിരിച്ചടി നൽകുമെന്ന് താലിബാൻ പറയുമ്പോഴും പാകിസ്ഥാന്റെ മന്ത്രിമാർ കൊല്ലപ്പെടാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ പാകിസ്ഥാൻ സൈന്യമടക്കം മുന്നിൽ കാണുന്നത്. വലിയൊരു ചാവേർ ആക്രമണം അവർ മുന്നിൽ കാണുന്നുണ്ട്. നേരത്തെ തുർക്കിയുടെ കാമിക്കസോ ഡ്രോണുകളടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇത്തരത്തിൽ എന്ത് ആക്രമണമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്ന് ഓർത്ത് തലപുകയ്ക്കുകയാണ് പാകിസ്ഥാൻ. വരുന്ന മണിക്കൂറുകൾ നിർണായകമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പാകിസ്ഥാനുള്ളിൽ എന്തും സംഭവിക്കാമെന്നുള്ള രീതിയിലാണ് നമുക്ക് കാര്യങ്ങൾ ലഭിക്കുന്നത്. താലിബാന്റെ എല്ലാ ആരോപണവും അടിസ്ഥാനരഹിതമാണെന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ പറയുന്നത്. ഈ ആരോപണങ്ങളൊന്നും തന്നെ ഞങ്ങൾ ഏറ്റെടുക്കുന്നില്ല, ഇതെല്ലാം പൊള്ളയാണ് എന്നാണ് പാകിസ്ഥാൻ നിലവിൽ പറയുന്നത്. എങ്കിലും പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിലും താലിബാൻ ഇപ്പോഴും പാകിസ്ഥാൻ പറയുന്നത് ഇത് ഞങ്ങളുടെ ദൃഢപ്രതിജ്ഞയാണ്, നിങ്ങളെ നശിപ്പിക്കാതെ ഞങ്ങൾ ഇനി അടങ്ങില്ല എന്നാണ് താലിബാന്റെ നിലവിലെ ഇപ്പോഴത്തെ നിലപാടെന്ന് പറയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.